ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി എന്നല്ലേ, വെറുതെ ഒന്ന് പുറത്തേക്ക് പോയാലോ? കുളത്തിൽ കുളിക്കാനുള്ള പരിപാടി കേട്ടോ. ഞാനല്ല, ആമിക്കുട്ടി അച്ഛനും കൂടിയാണ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ നേരം വെളുത്തപ്പോൾ തന്നെ അതിനുള്ള പരിപാടിയാണ്. സുധിയൻ്റെ കുഞ്ഞിനെ മാറ്റിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്, പല്ലൊക്കെ തേപ്പിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ആമീനെയും കൊണ്ട് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു കുളത്തിലേക്കാട്ടോ പോകുന്നത്. നമ്മുടെ കൂടെ അമ്മുക്കുട്ടി ഉണ്ട് കേട്ടോ. മാരാരിക്കുളം എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ഒരു മഠമുണ്ട്, മഠത്തിൻ്റെ അടുത്തായിട്ടാണ് ആ കുളം വരുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ കാമൻ ക്വയറ്റായിട്ട് വേണം നമ്മൾ കുളിക്കാനും പിടിക്കാനൊക്കെ. എന്താ വെച്ചാൽ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന നേരമായതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടാവും. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അമ്മുക്കുട്ടി ലേശം നീന്തും കേട്ടോ. അതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്മുക്കുട്ടി ആ കോട്ടൊക്കെ ഇട്ട്, അതായത് സ്വിമ്മിങ്ങിൻ്റെ ഒരു സംഭവമൊക്കെ ഇട്ടുകൊണ്ട് അവൾ നീന്തും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, ശങ്കരാചാര്യ പരമ്പര അദ്വൈതാശ്രമമാണ്. അവരുടെ കുളമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവയർനെസ്സിന് വേണ്ടിയിട്ട്, ശബ്ദം ഉണ്ടാക്കരുത്, അതുപോലെ തന്നെ എന്താ പറയുക, മാലിന്യങ്ങളൊന്നും അവിടെ ഉപേക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സമയം കൊണ്ട് ആമിക്കുട്ടീനെയും കൊണ്ട് സുധി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ അവിടെ കുളിക്കാൻ വരുന്നുണ്ട്, കുട്ടികളൊക്കെ ആയിട്ട്. അപ്പോൾ ആമിക്കുട്ടിയാണെങ്കിൽ ഡ്രസ്സൊന്നും ഊരാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ സുധീനെ വല്ല എന്താ പറയുക, ഉടുമ്പ് പിടിച്ച പോലെ പിടിച്ചിട്ടാണ് ആമിക്കുട്ടി നിൽക്കുന്നത്. അവൾക്ക് കുളത്തിൽ കുളിക്കുകയും വേണം, പക്ഷേ ഡ്രസ്സൊന്നും ഊരാനും പറ്റില്ല. അതിനുള്ള എഫേർട്ടും അവൾ ഇടുന്നില്ല കേട്ടോ. നീന്താനൊന്നും ട്രൈ ചെയ്യുന്നേ ഇല്ല. സുധിയുടെ കൂടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അമ്മുക്കുട്ടി ഇവിടെ കാത്തിക്കുന്നുണ്ട്. അവൾ ഇങ്ങോട്ട് വന്നിട്ട് വേണം സുധിയുടെ കൂടെ അമ്മുക്കുട്ടിക്ക് പോയിട്ട് നീന്താൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് അമ്മുക്കുട്ടി വെയിറ്റ് ആക്കുന്നുണ്ട്. ഇവിടെ ബഹളം കൂടിയപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് ആശ്രമത്തിൽ നിന്ന് ഒരു നമ്പൂതിരി വന്നിട്ട് ചീത്തയൊക്കെ പറഞ്ഞു കേട്ടോ. ഒച്ച ഉണ്ടാക്കാതെ കുളിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, എന്തോ ഒരു ഒച്ചപ്പാടാണ്, അകത്ത് പൂജ നടക്കുകയാണെന്ന് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആമിക്കുട്ടിനെ ഞാൻ വേഗം തന്നെ കരയിലേക്ക് കയറ്റി കേട്ടോ. എന്നിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. എന്നിട്ടും കുട്ടി കിടന്ന് കിടുങ്ങുകയാണ്, വിറയ്ക്കുന്നുണ്ട്, ചുണ്ടിൻ്റെ കളറൊക്കെ മാറി. അമ്മുക്കുട്ടീൻ്റെ നീന്തലും കഴിഞ്ഞു. ഞാൻ പിന്നെ അധികം കുളത്തിലുള്ള ആൾക്കാരെ ഫോട്ടോ എടുത്തില്ല, അതുപോലെ വീഡിയോ എടുത്തില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഏതായാലും നന്ന രാവിലെ തന്നെ നമ്മുടെ എന്താ പറയുക, കുളിയും തേവാരമൊക്കെ കഴിഞ്ഞു കേട്ടോ, മക്കളുടെ സുധിയുടെ ഒക്കെ. അപ്പോൾ പിന്നെ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു നമുക്കൊന്ന് തിരൂർ പോയിട്ട് മസാല ദോശ കഴിക്കാമെന്നുള്ള കേട്ടോ. അമ്പലങ്ങളിൽ പോകുമ്പോഴാണ് സാധാരണ നമ്മൾ മസാല ദോശ കഴിക്കാൻ വേണ്ടി പോവാറ്. ഇന്നൊരു ചേഞ്ചിന് വേണ്ടി നമ്മൾ മസാല ദോശ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. എല്ലാവരും എന്നെ ട്രോളാറുണ്ട്, നിനക്ക് മസാല ദോശ കഴിക്കാൻ തോന്നുമ്പോഴല്ലേ നീ അമ്പലങ്ങളിൽ പോവാറെന്ന് വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അതിനൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഞാനും ആമിക്കുട്ടിയും വീട്ടിൽ നിന്ന് തന്നെ വിളക്കൊക്കെ കത്തിച്ച് കൂരൊക്കെ തൊട്ടിട്ടാണ് പോകുന്നത്. തിരൂർ ഗണപതി ഭവനിലേക്കാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഗണപതി ഭവൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നു. പിന്നെ സീറ്റ് കിട്ടാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇന്ന ആൾക്കാരൊന്നൊന്നുമില്ല, എല്ലാവരും കൂടിയാണ്. അതായത് എന്താ പറയുക, അമ്പലത്തിൽ പോകുന്ന ആൾക്കാരെല്ലാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ കിട്ടി. ഞാൻ മസാല ദോശ ഇട്ടു. ഞാനും ആമിയും കൂടി ഒരു മസാല ദോശ കഴിച്ചു. സുധി പിന്നെ പൂരിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിലേക്ക് ആമി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം. അങ്ങനെ സുധി കൊടുത്തപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നെസ്റ്റോലൊക്കെ പോയി. എൻ്റെ കയ്യിൽ എന്താ പറയുക, സാമ്പ്രാണിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. പ്രത്യേകിച്ചൊരു പർച്ചേസ് ഇല്ലായിരുന്നു, ഇത് മാത്രമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങി. ആമിക്കുട്ടിയാണെങ്കിൽ എന്ത് സാധനം ബോക്സ് പോലത്തെ കൈ കൊടുത്താലും അപ്പോൾ ഒന്ന് തുറന്ന് നോക്കണം അവർക്ക്. അതെന്താണെന്നറിയില്ല, അതിനകത്ത് മുട്ടായി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടീനെയും കൊണ്ട് പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അവൾ തെറ്റിപ്പോയി നിൽക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഇനി അതിനകത്ത് കയറണം, ഐസ്ക്രീമൊക്കെ വാങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ പിന്നെ അവിടെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയ വീഡിയോ ആണ്, കട്ടയ്ക്ക് കൂടെ നിൽക്കും കേട്ടോ. ബൈ.